അപ്പോൾ നമുക്ക് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബേസിക് തൊട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് ഫോറക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കോമൺലി നമുക്ക് ഫോറക്സ് എന്നും എഫ്എക്സ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിന് അതൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. എക്സ്ചേഞ്ച് ഒരു പല രാജ്യങ്ങളുടെ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അതൊരു സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഒരു ആയിട്ട് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് അല്ല. ന്യൂയോർക്ക് എക്സ്ചേഞ്ചും നാസ്ഡാക്കും ഒക്കെ പോലെ അതുപോലൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് അല്ല. ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു OTC മാർക്കറ്റാണ്. അതായത് ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത്, രണ്ട് കൗണ്ടർ പാർട്ടീസ് തമ്മിലാണ് ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത്. അതായത് രണ്ട് ബാങ്കുകൾക്കാണ് രണ്ട് സെപ്പറേറ്റ് കറൻസീസ് വേണ്ടെങ്കിൽ ആ രണ്ട് ബാങ്കുകൾ തമ്മിൽ ആ ഒരു എക്സ്ചേഞ്ച് നടക്കും. അത് 24 hours ഓപ്പൺ ആണ്. മോസ്റ്റ്ലി അത് 5 days വീക്ക്ലി 5 days ആണ് അത് ആക്റ്റീവായിട്ടുള്ളത്. ഇപ്പോഴത്തെ ഫോറക്സ് എക്സ്ചേഞ്ചിൻ്റെ ഒരു ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് 7 trillion ആണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫിനാൻഷ്യൽ മാർക്കറ്റാണ് ഇത് ഫോറിൻ എക്സ്ചേഞ്ച്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അപ്പം അതിനകത്ത് ലിക്വിഡ് എന്ന് പറയുമ്പം ലിക്വിഡിറ്റി നിന്ന് മനസ്സിലാവും. ലിക്വിഡിറ്റിനെ കുറിച്ച് നമുക്ക് വേറെ ഒരു അടുത്ത വീഡിയോയിൽ നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ആയിട്ടൊന്ന് പറയാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡർ വരുമ്പം എത്ര പെട്ടെന്ന് അത് ഫില്ലാവും, അത്രേ ഉള്ളൂ. അത് ഒരു പെട്ടെന്ന് ഫില്ലായി ആ ഒരു ഓർഡറിൻ്റെ പ്രൈസിന് ഒത്തിരി ഫ്ലക്ച്വേഷൻ സംഭവിക്കാതെ പെട്ടെന്ന് ഫില്ലായെങ്കിൽ അതിനെ നമുക്ക് നല്ലൊരു ലിക്വിഡ് മാർക്കറ്റാണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കടയായിട്ട് തേങ്ങ മേടിക്കാനുള്ള കോൺട്രാക്റ്റ് ഉണ്ട്. നിങ്ങൾക്കൊരു 10 തേങ്ങയുടെ ആവശ്യം വന്നു. നിങ്ങൾ ആ കടയിൽ ചെന്നിട്ട് നിങ്ങളൊരു കടയിൽ വിളിച്ച് പറയും 10 തേങ്ങ കൊണ്ടുവരാൻ. അപ്പോൾ ആ കടയിൽ ഓൾറെഡി 12 തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ കടക്കാരന് എളുപ്പമാണ് അതിൽ നിന്ന് ഒരു 10 തേങ്ങ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തരാം. അപ്പം അതിനാണ് അവിടെ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നത്. അതായത് ആവശ്യത്തിന് സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻ കേസ് ആ കടയിൽ 8 തേങ്ങ ഉള്ളായിരുന്നു വെക്കുക. അപ്പോൾ ആ കടക്കാരൻ വേറെ ഒരു കട അന്വേഷിച്ച് പോകേണ്ടി വന്നതിന് ബാക്കി 2 തേങ്ങ കൂടെ ഒപ്പിക്കാൻ. അതിനെ നമുക്ക് ലിക്വിഡിറ്റി ഇല്ല എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ. ഈ ഫോറക്സ് മാർക്കറ്റിലെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കും മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെയാണ്. സെൻട്രൽ ബാങ്ക്സ് ഒക്കെ നമുക്കറിയാലോ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, അതായത് അങ്ങോട്ടും ഇൻ്റർ ബാങ്ക് മാർക്കറ്റ് എന്നൊക്കെ പറയും. പിന്നെ വലിയ കോർപ്പറേഷൻസ്, അതായത് അവരുടെ വലിയ കോർപ്പറേഷൻസിന് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് അവർ കറൻസിയൊക്കെ ഹെഡ്ജ് ചെയ്താണ് പല സാലറി കൊടുക്കുന്നതിനും അങ്ങനെ കൊടുക്കുന്നതിനും പല ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അവർ നടത്തുന്നത്. അവരുടെ പൈസ കണ്ടെത്തുന്നത് അവർ ഫോറക്സ് എക്സ്ചേഞ്ച് വഴിയാണ്. പിന്നെ റീറ്റെയിൽ ട്രേഡേഴ്സ്, നമ്മൾ ചെറിയ ക്വാണ്ടിറ്റീസിൽ സ്പെക്കുലേറ്റ് ചെയ്യും, ചെറിയ പ്രൈസ് ഫ്ലക്ച്വേഷനിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഫോറക്സ് ട്രേഡിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കറൻസി പെയർ. അത് കാരണം കറൻസി പെയർ ആണല്ലോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. എപ്പോഴും ഒരു പെയറായിട്ട്, അതായത് ഒരു കറൻസി മറ്റൊരു കറൻസി ആയിട്ടുള്ള എക്സ്ചേഞ്ചിൽ വരുന്ന വ്യത്യാസമാണ് ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും നമുക്ക് നഷ്ടം വരുത്താനും ഒക്കെ സാധിക്കുന്നത്. ഇതിന് ഒരു ബേസ് കറൻസി ഉണ്ടായിരിക്കും, ഒരു കോഡ് കറൻസി ഉണ്ടായിരിക്കും. ബേസ് കറൻസി എപ്പോഴും അതിൻ്റെ വാല്യൂ ഒന്നായിരിക്കും. അതായത് ഒരു എക്സ് കറൻസി കൊടുത്താൽ എത്ര വൈ കറൻസി കിട്ടും, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അപ്പം ആ ഫസ്റ്റ് കറൻസി ഒന്നായിരിക്കും. ഒരു കറൻസി കൊടുത്താൽ മറ്റേ കറൻസി എത്ര എണ്ണം കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം യൂറോ യു എസ് ഡി എന്ന് പറയുമ്പം ഒരു യൂറോ ആയിരിക്കും. ഒരു യൂറോ കൊടുത്താൽ എത്ര USD കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ കാണുന്ന പോലെ യൂറോ USD എക്സ്ചേഞ്ച് റേറ്റ് 1.1050 ആണെങ്കിൽ ഒരു യൂറോ കൊടുത്താൽ ഒരു ഡോളറിൽ കൂടുതൽ കിട്ടും. അതായത് ഒരു 1.1050 US$ കിട്ടും. അതായത് ഒരു യൂറോ കൊടുത്താൽ ഒരു US$നേക്കാളും കൂടുതൽ കിട്ടും, 10 പൈസ കൂടുതൽ കിട്ടും, അതാണ് ഉദ്ദേശിക്കുന്നത്. മേജർ പേഴ്സ് ഉണ്ട്. മേജർ പേഴ്സ് കണ്ടെയ്ൻ US$ ആൻഡ് ഹൈലി ലിക്വിഡ് ആയിരിക്കും അതൊക്കെ. ഓക്കെ. മൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് USD ഇല്ലാത്ത കുറേ ക്രോസുകളുണ്ട്. എക്സോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ പേഴ്സ് കറൻസി സ്മോളർ എക്കണോമി ആയിക്കുള്ള അതിൽ USD ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ കോഡ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ INR-ഉം അതുപോലെയുള്ള സ്മോളർ എക്കണോമീസിലെ കറൻസീസ് ആയിരിക്കും.
പിന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് പിപ്പ്, അതുപോലെ തന്നെ ലോട്ട്. അത് നമുക്ക് പിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് പിപ്പിനെ നമുക്ക് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ, പിപ്പ് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ലോസ്, നമുക്ക് എങ്ങനെ ഒരു ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ലോസൊക്കെ എത്രത്തോളം ഉണ്ടാകുമെന്ന് ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പിപ്പ് എന്താണെന്നും ലോഡ് സൈസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. പിപ്പ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ടു എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ വാല്യൂ ബിറ്റ്വീൻ ടു കറൻസീസ്. അതായത് രണ്ട് കറൻസികൾ തമ്മിലുള്ള വാല്യൂസിനെ, അതിൻ്റെ മെഷർമെൻറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു വാല്യൂവിനെയാണ് പിപ്പ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയൊരു കാര്യങ്ങളാണ്. അടുത്തൊരു ലോട്ട്. ഫോറക്സ് ഈസ് ട്രേഡഡ് ഇൻ സ്പെസിഫിക് എമൗണ്ട് called lots because currency movements are measured in fractions of cents. Cents എന്ന് പറഞ്ഞാൽ പിപ്പ്. ട്രേഡിംഗ് റിക്വയർസ് ലാർജ് നോമിനൽ എമൗണ്ട്സ് ടു yield significant profit or loss. അതായത് ഇത് ചെറിയ ഫോറക്സിൽ ചെറിയ മൂവ്മെൻറ്റ്സ് അല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ പിപ്പ് വാല്യൂവിലുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ചെറിയ ചേഞ്ചസിൽ നിന്ന് ഒരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ലോട്ട് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ലോട്ടായിരിക്കണം. നിങ്ങൾക്കൊരു ഫോർമുലയൊക്കെ ഇവിടെ കാണാം കേട്ടോ. പിന്നെ അടുത്താണ് പിപ്പ്. നമ്മളിപ്പം കറൻസി പെയർ മനസ്സിലാക്കി, പിപ്പും ലോട്ടും എന്നാണ് മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ട്രേഡ് എടുക്കുക. ട്രേഡ് എടുക്കുമ്പോൾ രണ്ട് ഡയറക്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം, ഇല്ലെങ്കിൽ സെല്ല് ചെയ്യാം. ബൈ ചെയ്യുമ്പം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ബേസ് കറൻസിയുടെ സ്ട്രെങ്ത് കൂടും എന്നാണ് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ബൈ എടുക്കും. ഇപ്പോൾ ബേസ് കറൻസിയുടെ സ്ട്രെങ്ത് കുറയും എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ മൂവ്മെൻറ്റ്സിൽ ചെറിയ പിപ്പിലുണ്ടാകുന്ന ചെറിയ ചേഞ്ചസിൽ നമുക്ക് നമ്മൾ എത്ര ലോട്ടാണോ ട്രേഡ് എടുക്കുന്നത് അതനുസരിച്ചുള്ള പ്രോഫിറ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഫോറക്സ് ട്രേഡിങ് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പല ബ്രോക്കറിനും പല രീതിയിലുള്ള ലെവറേജ് തരുന്നുണ്ട്. ലെവറേജും ഉണ്ട്, മാർജിനും ഉണ്ട്. Leverage is a foundational concept in retail forex trading. It allows traders to control large portion with a relatively small amount of capital. അതായത് ചെറിയ ഒരു ക്യാപിറ്റൽ വെച്ചും ലാവറേജ് യൂസ് ചെയ്ത് നമുക്ക് വലിയ ട്രേഡുകൾ കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അതിന് റിസ്ക് മനസ്സിലാക്കണം മാത്രം. മാർജിൻ എന്ന് പറഞ്ഞാൽ, മാർജിൻ ഇസ് ദ എമൗണ്ട് ഓഫ് മണി റിക്വയർഡ് ഇൻ യുവർ അക്കൗണ്ട് ടു ഓപ്പൺ ആൻഡ് മെയിൻറ്റെയിൻ എ ലാവറേജ് പൊസിഷൻ. ഇത് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ $1000 ഉള്ളതെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ ലാവറേജ് അനുസരിച്ച് നമുക്ക് വലിയൊരു ട്രേഡ് എടുക്കാം. പക്ഷേ അതിന് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒരു മാർജിനുണ്ട്. ആ മാർജിന് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് തന്നെ ബ്രോക്കർ ചിലപ്പം ലിക്വിഡേറ്റ് ചെയ്ത് കളയും. അപ്പോൾ അതെല്ലാം ട്രേഡ് എടുക്കുമ്പോഴെല്ലാം നമ്മൾ ആ മാർജിനും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മാർജിൻ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബ്രോക്കർ ചിലപ്പം നമ്മുടെ ട്രേഡ് ക്ലോസ് ചെയ്ത് കളയാനും അക്കൗണ്ട് ലിക്വിഡേറ്റ് ചെയ്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. സോ ലെവറേജ് നല്ലതാണ്. പക്ഷേ ലെവറേജ് യൂസ് ചെയ്യുമ്പം അക്കൗണ്ടിൻ്റെ മാർജിനൂടെ നോക്കിയിട്ട് വേണം. ഇത് ഒരു വലിയൊരു ലോട്ടറി എടുക്കുമ്പോൾ അതിനുള്ള മാർജിൻ നമ്മുടെ അക്കൗണ്ടിലുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസ് എത്രയാണ്, ആ ലോസും പോയി കഴിഞ്ഞിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു മാർജിനുണ്ട്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലുള്ളത് $100 നോക്കുക, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ ആവശ്യമായിട്ട് വരുന്ന മാർജിൻ $50 നോക്കുക. ഈ $50 പിന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസ് 50 നോക്കുക. അപ്പം $50 നിങ്ങളുടെ മാർജിൻ മാറ്റി വെക്കുക, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസ് 50 നോക്കുക. അപ്പം നിങ്ങൾക്ക് ആ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസ് 75 നോക്കുക, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത് 75 നോക്കുക. അപ്പം നിങ്ങളുടെ ലോസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലോസ് 60 ആയി. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മാർജിൻ നിങ്ങൾ 40 പോയി. അപ്പോൾ നിങ്ങളുടെ ആ ബ്രോക്കർ നിങ്ങളുടെ ട്രേഡ് കട്ട് ചെയ്യും, ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടും ലിക്വിഡേറ്റ് ചെയ്ത് കളയും. ഓക്കെ.
പിന്നെ മാർക്കറ്റ് അനാലിസിസ്, നമുക്ക് പല രീതിയിൽ മാർക്കറ്റ് അനാലിസിസ് ചെയ്യാം. ഫണ്ടമെൻ്റൽ അനാലിസിസും പിന്നെ ടെക്നിക്കൽ അനാലിസിസും എന്നൊക്കെ പല രീതിയിലുള്ള അനാലിസിസ് ഉണ്ട്. ഇത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ബേസിക്കലി വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ, ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് വരുന്നത്. അതായത് ഇപ്പം ഈ യുദ്ധം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്, എന്തെങ്കിലുമൊക്കെ പാൻഡമിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് വരുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു അനാലിസിസാണ് ടെക്നിക്കൽ അനാലിസിസ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻസ്, ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാം. അത് ഈസിയാണ് അതൊക്കെ. പിന്നെ നമ്മൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ റിസ്ക് മാനേജ് ആൻഡ് ട്രേഡിംഗ് സൈക്കോളജി. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ പ്രൊട്ടക്റ്റിംഗ് ദ ക്യാപിറ്റൽ. കാരണം നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനാണ് റിസ്ക് മാനേജ്മെൻറ്റ്. അതാണ് ഇതിൻ്റെ അകത്ത് ട്രേഡിങ്ങിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ പ്രിസർവേഷനാണ്. ട്രേഡിങ്ങിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം ക്യാപിറ്റലാണ്. അതിന് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ടേക്ക് പ്രോഫിറ്റ് ഓർഡർ ഉണ്ട്, പിന്നെ നമ്മുടെ ഈ മാർജിനും ലോട്ട് സൈസും ലാവറേജും എല്ലാം വെച്ച് നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. എത്ര ലോസ് നമുക്ക്, എത്ര പെർസെൻറ്റേജ് ഓഫ് ലോസ് നമുക്ക് ഒരു ദിവസം എടുക്കാം എന്നതിനൊക്കെ നമ്മൾ നമ്മുടെ ഒരു രീതി അനുസരിച്ച് അതനുസരിച്ച് വേണം എടുക്കാൻ. കാരണം ഇന്ന് നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്താലേ നാളെ ട്രേഡ് എടുക്കാൻ സാധിക്കുള്ളൂ. അത് ഇന്ന് ചിലപ്പം ഒരു ബാഡ് ഡേ ആയിരിക്കും മാർക്കറ്റിൽ തന്നെ. ചിലപ്പോൾ നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഗുഡ് ഡേ ആയിരിക്കും വരാതിരിക്കുന്നത്. പക്ഷേ അന്നത്തേക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ. പിന്നെ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക, ഗ്രീഡ് ഇല്ലാതിരിക്കുക, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇച്ചിരി പൈസ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ട്രേഡ് ലോസ് അടിച്ച് കഴിയുമ്പം അപ്പം തന്നെ ആ പൈസ തിരിച്ചു ഉണ്ടാക്കാം. അല്ലെങ്കിൽ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് പോകുന്നത് നമ്മൾ ചാടിക്കയറി എൻട്രി ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ട്രേഡേഴ്സിനും ഉണ്ടാകുന്നൊരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പക്ഷേ അത് സമയമെടുത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സ് ട്രേഡിംഗ് ഓഫേഴ്സ് സിഗ്നിഫിക്കൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ബട്ട് ക്യാരീസ് സബ്സ്റ്റാൻഷ്യൽ റിസ്ക്. എഡ്യൂക്കേഷൻ, പ്രാക്ടീസ് ഓൺ ഡെമോ അക്കൗണ്ട്, റിഗ്രസ് റിസ്ക് മാനേജ്മെൻറ്റ് ആർ എസെൻഷ്യൽ പ്രീറിക്വിസിറ്റ്സ് ഓഫ് ബിഫോർ റിസ്കിങ് റിയൽ ക്യാപിറ്റൽ ഇൻ ലൈവ് മാർക്കറ്റ്സ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. റിസ്ക് മാനേജ് ചെയ്യുക. നമ്മൾ ട്രേഡ് എടുത്ത് നമുക്ക് ലോസ് സംഭവിക്കാം. പക്ഷേ ആ റിസ്ക് എങ്ങനെയെങ്കിലുമൊക്കെ റിസ്ക് മാനേജ് ചെയ്യാൻ പഠിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ കാശൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കാം, പക്ഷേ റിസ്ക് മാനേജ് ചെയ്തില്ലെങ്കിൽ ഉള്ള കാശ് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി, വോളിയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പോൾ ശരി, ബൈ, താങ്ക് യു.